വീണ്ടും പാകിസ്ഥാൻ തന്നെ വിഷയം. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എല്ലാവർക്കും അറിയാം. ആ സ്ഥലം 86,000 സ്ക്വയർ കിലോമീറ്ററുണ്ട്. ഏകദേശം 46 50 ഒക്കെ കണക്കുകൾ പറയുന്നു. ഏതായാലും 50 ലക്ഷം മുസ്ലിങ്ങളും താമസിക്കുന്നു. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ, പിന്നെ പാക് അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞ് 1-2 വിഭജനങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും എല്ലാം കൂടെ ചേർന്ന് 50 ലക്ഷം പേര്. ഇപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോയിൽ ഞാൻ കാണുന്നു, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാൻ പറ്റിയ സമയം ഇതാണ്, കയറി അങ്ങ് അടിച്ച് പിടിച്ചെടുക്കണം. പിടിച്ചെടുത്തു. 86,000 സ്ക്വയർ കിലോമീറ്ററും അളന്ന് പിടിച്ചെടുത്തു. 50 ലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യൻ ജനസംഖ്യയിൽ കൂടിച്ചേരുന്നു. ഇത് സമ്മതമാണോ? അതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അതൊരു അപകടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ തന്നെ മൊത്തം പിടിച്ചെടുത്തിട്ട് ഇന്ത്യയിലങ്ങ് ലയിപ്പിക്കുക. ഒരുപാട് സ്ഥലം കിട്ടും. ഒരു 25 കോടി മുസ്ലിങ്ങളെയും കിട്ടും. സമ്മതമാണോ നമുക്ക്? ഞാനിത് ഇസ്ലാമോഫോബിയ വളർത്തുകയൊന്നുമല്ല. വാസ്തവത്തിൽ ഫോബിയ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അകാരണമായ ഭയം, അടിസ്ഥാനമില്ലാത്ത ഭയം. ഇതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അടിസ്ഥാനമുള്ള ഭയത്തെയോ ഫിയർ എന്ന് പറയും. ഞാൻ പറയുന്നത് ഫിയറാണ്, ഫോബിയ അല്ല. കാരണം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, വർത്തമാന കാല സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഈ ഒരു മതത്തെ, ആ മതത്തിൽപ്പെട്ട ആളുകളുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ മറ്റവർക്കാകുന്നില്ല. അഥവാ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെ സഹോദരന്മാരായിട്ട് സാഹോദര്യത്തോടെ കണ്ട് താമസിച്ച് പൊറുക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. ഇത് സാധാരണ മുസ്ലിങ്ങളുടെ പ്രശ്നവുമല്ല. എന്തുകൊണ്ടോ മുസ്ലിം ലീഡർഷിപ്പ് ആൾ കൂടി കഴിയുമ്പോൾ അതിനൊരു നേതാവ് ഉണ്ടാകുമല്ലോ. ഈ തീവ്രവാദിയാണ് ഇതിൻ്റെയൊക്കെ നേതാവായിട്ട് വരാറുള്ളത്. അഥവാ നേതാവായി കഴിയുമ്പോൾ അയാൾ തീവ്രവാദിയായിട്ട് മാറുമോ? എന്താണ് ആ മെറ്റമോർഫോസിസ് എന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് ഇത് ലോകവ്യാപകമായിട്ട് ഇസ്ലാമിൻ്റെ പെരുമാറ്റം ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതല്ലെങ്കിൽ അതിശക്തരായ ഏകാധിപതികളുടെ ഭരണത്തിന് കീഴിലായിരിക്കണം അവർ. അതാണ് സൗദി അറേബ്യ, UAE ഇതുപോലെയൊക്കെയുള്ളിടത്ത് ഏകാധിപത്യമാണല്ലോ. ബെനവലൻ്റ് ആയിരിക്കും, അവർ ദുഷ്ടന്മാരൊന്നുമല്ല, പക്ഷേ ഏകാധിപതികളാണ്. ജനാധിപത്യമില്ല. ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷമാകുകയും ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. 57 മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുന്നു. അതിനകത്ത് പൊതുവേ ലിബറലായിട്ട് ഇന്തോനേഷ്യ, മലേഷ്യയൊക്കെ അറിയപ്പെടുന്നു. അവിടെ പോലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക എന്തെങ്കിലും ആനുകൂല്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജനതയെ ഉൾക്കൊള്ളാൻ മറ്റ് മതക്കാർക്ക് സാധിക്കുമോ? അവർ മറ്റ് മതക്കാരെ ഉൾക്കൊള്ളുമോ? അവരുടെ എണ്ണം ഒരു 50 ലക്ഷം കൂടെ വർദ്ധിച്ചാൽ, അത് അതിർത്തിയിലായി കഴിഞ്ഞാൽ എന്താവും അവിടുത്തെ സ്ഥിതി? ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കാശ്മീരിൻ്റെ തലവേദന കൊണ്ടാണല്ലോ നമ്മളിതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് POK പിടിച്ചെടുക്കുക എന്ന് പറയുന്നതിനോട് ഞാനും യോജിക്കാം. ആ സ്ഥലം കിട്ടണം, ആ ജനതയെ പാകിസ്ഥാനിലേക്ക് തള്ളിവിടണം. ഇതാണ് എൻ്റെ ആവശ്യം. അവർക്കും അത് സമ്മതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ, ന്യായമായിട്ടും. ഏതായാലും അവരോട് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. അവർ ആസാദ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുറേ നാടകങ്ങൾ വേറെയുണ്ട്. എന്തുവായിക്കോട്ടെ, ഈ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുന്നത് മൊത്തത്തിൽ ഒരു നഷ്ടക്കച്ചവടവും അഡീഷണൽ ഒരു തലവേദനയാകും എന്നുമാണ് എൻ്റെ തോന്നൽ. എൻ്റെ തോന്നൽ തെറ്റായിരിക്കാം. ഞാൻ മുസ്ലിങ്ങളെ ഒരു ബയാസോടുകൂടി കാണുന്ന മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് ആരോപിക്കാം. ബട്ട് വാസ്തവം അതല്ല. എനിക്കുമുണ്ട് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ, അയൽവക്കത്തുകാരും ഉണ്ട്, സുഹൃത്തുക്കളായിട്ടുമുണ്ട്.
അവരാരും ഈ ഇടകൊടുത്തിന് നിൽക്കുന്നവരുമല്ല, അവരെ എനിക്ക് നന്നായിട്ടറിയാം. ബട്ട് മുസ്ലിം ലീഡർഷിപ്പ് വേൾഡ് വൈഡ് ഈ ഏർപ്പാട് ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് നേർക്ക് കണ്ണടയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ കാശ്മീരിൽ നിങ്ങൾ നോക്കൂ, കാശ്മീരിൽ നിന്ന് ഹിന്ദുക്കളെ ഏകദേശം ആട്ടിപ്പായിച്ചു കഴിഞ്ഞു. കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ പണ്ടേ പോയി. ഇപ്പോൾ ആവശ്യം എന്താ? കാശ്മീർ നോർമലാണ് എന്ന് വരുത്താനായിട്ട് ടൂറിസ്റ്റുകൾ അവിടെ പോകണം. ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് വലിയ വലിയ വ്യക്തികളൊക്കെ അവിടെ പോയിട്ട്, അതിൽ സുനിൽ ഷെട്ടി എന്ന സിനിമാ നടനെയൊക്കെ ഞാൻ കണ്ടു. അവരൊക്കെ പറയുന്നത് കാശ്മീരിനെ തിരിച്ചു പിടിക്കണം. എന്ത് തിരിച്ചു പിടിക്കണം? സുനിൽ ഷെട്ടി 2 ദിവസം അവിടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 1.5 ലക്ഷം രൂപ അവിടുത്തെ റിസോർട്ടുകാർക്ക് കിട്ടും. സുനിൽ ഷെട്ടി തിരിച്ച് ബോംബെക്ക് വരികയും ചെയ്യും. 1.5 ലക്ഷം രൂപ അവർക്ക് ലാഭം. സുനിൽ ഷെട്ടി എന്ത് കാശ്മീരിയത്ത് എന്ത് കുന്തം തിരിച്ചു പിടിച്ചു എന്നാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് കാശ്മീരിയത്ത് യഥാർത്ഥ കാശ്മീർ തിരിച്ചു കിട്ടണമെങ്കിൽ ഈ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച ഈ കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അപ്പോഴല്ലേ ആ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതല്ലാതെ കുറേ ടൂറിസ്റ്റുകൾ അവിടെ പോയിട്ട് പോക്കറ്റിലുള്ള കാശ് മുഴുവൻ അവിടെ ചിലവാക്കി അവിടുത്തെ ആൾക്കാർ പണക്കാരാകുകയും അതേ കണ്ടോ കാശ്മീർ നോർമലായി എന്ന് പറയുകയും ചെയ്യുന്നത് ഇതെന്തൊരു ഏർപ്പാടാണ്? എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ആട്ടിപ്പയച്ച് പുറത്താക്കുന്നു. എന്നിട്ട് എൻ്റെ അളിയനെ ആണ്ടിലൊരിക്കൽ സൗകര്യമുള്ളപ്പോൾ ആ വീട്ടിൽ വന്ന് താമസിച്ച് അവിടെ വലിയ സുഖസൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഡെയിലി 20,000 രൂപ വാടകയ്ക്ക് എൻ്റെ അളിയൻ വന്ന് താമസിച്ചിട്ട് ആ കാശും കൂടെ ഈ കൊള്ളക്കാരനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകണം. എന്നിട്ട് പ്രഖ്യാപിക്കും എൻ്റെ വീടും പറമ്പും സുന്ദരമാണ്, സമാധാനം തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ പെരുവഴിയിൽ കിടക്കുക ഇപ്പോഴും. അപ്പോൾ എനിക്കൊരു സമാധാനം വേണ്ടേ? അതേപ്പറ്റി ആർക്കും ചിന്തയില്ല. കാശ്മീർ കെയിം ബാക്ക് ടു നോർമൽ. എങ്ങനെ? ടൂറിസ്റ്റുകൾ വരുന്നു, കേരളത്തിൽ നിന്നുള്ളവർ വരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, കർണാടകയിൽ നിന്ന് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എവിടെയെന്നേ? അവരെപ്പറ്റി ആർക്കും ഒരു മിണ്ടാട്ടവും. സുപ്രീം കോടതിയിൽ അവർ ചെന്ന് ഞങ്ങളെ തല്ലി ഓടിച്ചു സാറെന്ന്. ഒരുപാട് കാലമായാലോട് തൻ്റെ കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി. അതേ സുപ്രീം കോടതി പിന്നെ ഒരു 6 വർഷം മുമ്പ് 1984 നടന്ന സിഖ് കലാപത്തിൻ്റെ അന്വേഷണം എടുക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയോ അങ്ങനെ എന്തോ രൂപീകരിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്മനാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ഹിന്ദുവിന് സുപ്രീം കോടതി പോലും ആശ്രയമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. എല്ലാവരും ടൂറിസം വികസിപ്പിക്കുന്നതിലൂടെ കാശ്മീർ ശാന്തമാകുന്നു, ഫലഭൂയിഷ്ടമാകുന്നു, സ്വർഗരാജ്യമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ എൻ്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഭാഗ്യം, അത് എഴുതുക. ഞാൻ ഇത് പറയുന്നത് ഈ ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നൊക്കെ പലരും ആഗ്രഹിക്കുന്നു. ശാശ്വതമായ ഒരു പരിഹാരം ഉടനൊന്നും ഇസ്ലാമിക ടെററിസത്തിന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാന് അതിശക്തമായ ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ള തീരുമാനം ഭാരതം എടുത്തു കഴിഞ്ഞു. ഇനി അത് എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നൊക്കെയുള്ള തീരുമാനം പട്ടാളത്തിന് വിട്ടുകൊടുത്ത് പ്രധാനമന്ത്രി അവർക്ക് എല്ലാ ചുമതലയും ഏൽപ്പിച്ചു. ചേട്ടൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അഫയേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിർമ്മല സീതാരാമൻ, ഡോക്ടർ ജയശങ്കർ, രാജ്നാഥ് സിംഗ്, അമിത് ഷാ, പിന്നെ നരേന്ദ്രമോദി, ഈ 5 പേരാണുള്ളത്. അപ്പോൾ ശരി, ഒരു യുദ്ധം നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര കാശ് ചിലവാകും, എത്ര ഡീസൽ വേണം, അതിനെത്ര കാശാകും, റിഫൈനറിക്ക് കപ്പാസിറ്റി ഉണ്ടോ, ഇതൊക്കെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം എല്ലാ കണക്കും സംഗതിയൊക്കെ ആയി കാണും. ആദ്യം അടിക്കുന്നത് ആരായിരിക്കും? കടലിൽ നിന്നാണോ കരയിൽ നിന്നാണോ? അതോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സൈബർ വാറാണോ? എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചൈന പാകിസ്ഥാനെ പുറംവാതിൽ കൂടെ സഹായിക്കും എന്നുള്ളതല്ലാതെ ഡയറക്റ്റൊന്നും ചൈന ഈ ഡിസ്പ്യൂട്ടിൽ ഇടപെടാൻ പോകുന്നില്ല. അവർ താരിഫിനെ ചൊല്ലി അമേരിക്കയും ഒക്കെ ആയിട്ട് അടിച്ച് അല്പം ക്ഷീണത്തിലാണ് ചേട്ടൻ്റെ നിപ്പ്. അതുകൊണ്ട് ചേട്ടൻ ഡയറക്റ്റ് ഇടപെടില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം അമേരിക്കയും റഷ്യയും നമുക്ക് അനുകൂലമായിട്ട്, നാറ്റോ രാജ്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരുമെന്നുള്ളതുകൊണ്ട് ചൈന നേരിട്ട് ഇടപെടില്ല. അവരെന്തോ അവരുടെ JF സീരീസിലുള്ള വിമാനങ്ങളൊക്കെ ഓൾറെഡി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പോലും
ആയുധശക്തിയിൽ നമ്മുടെ 1/3 ഉള്ളൂ പാകിസ്ഥാൻ. പിന്നെയുള്ളത് ആറ്റം ബോംബാണ്. ആറ്റം ബോംബൊന്നും ആരും ഇടാനൊന്നും പോകുന്നില്ല. ആറ്റം ബോംബ് ഈ വെറുതെ പേടിപ്പിക്കാനുള്ളൊരു ആയുധമാണ്. നിങ്ങൾ നോക്കൂ, 1945 അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് പ്രയോഗിച്ചതിന് ശേഷം കാലം എത്രയോ കടന്നുപോയി. ഏതെങ്കിലും രാജ്യം, അതിനുശേഷമാണ് മറ്റ് രാജ്യങ്ങളെല്ലാം ആണവശക്തിയാകുന്നത്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധങ്ങൾ പ്രയോഗിച്ചോ? ഇല്ല, ആരും പ്രയോഗിച്ചില്ല. ഒരു നോവലിൽ ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ്, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എഴുതിയ ആൾക്കാർ, അവർ തന്നെ ദ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിരുന്നു. ജീവിച്ചിരിക്കുന്ന ലോക കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് കേണൽ മുഅമ്മർ ഗദ്ദാഫി, പിന്നെ ഇസ്രായേലിൻ്റെ മോഷെ ദയാനാണെന്നാണ് എൻ്റെ ഓർമ്മ, ജിമ്മി കാർട്ടർ അമേരിക്കയിലൊക്കെ ആയിട്ടിങ്ങനെ ഒരു നോവൽ. അപ്പോൾ അതിനകത്ത് കേണൽ മുഅമ്മർ ഗദ്ദാഫി ഒരു ന്യൂക്ലിയർ ബോംബ് ന്യൂയോർക്കിൽ വെച്ചിട്ട് വിലപേശുന്നു. അതായത് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അവരുടെ സൈന്യത്തെയും ആളുകളെയും പിൻവലിക്കണം, അല്ലെങ്കിൽ 36 മണിക്കൂറിനകം ഈ ബോംബ് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇസ്രായേൽ ഇതറിഞ്ഞ പാടെ എന്നാൽ ഇവനെ പണ്ടാറാക്കിക്കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അവരുടെ ന്യൂക്ലിയർ മിസൈൽ തൊടുത്തു വിടാൻ ഏർപ്പാട് ചെയ്യുന്നു. 20 മിനിറ്റാണ് ഇസ്രായേലിന് വേണ്ടത് ഈ മിസൈൽ പറക്കാൻ. 15-ാം മിനിറ്റിൽ റഷ്യയുടെ ഫോൺ വരുന്നു ഇസ്രായേലിന്, വേണ്ടാത്ത പണിക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ഞങ്ങൾ ഭസ്മമാക്കി കളയും എന്ന് പറയുന്നു. ഇസ്രായേൽ ഈ ന്യൂക്ലിയർ അറ്റംപ്റ്റ് വിഡ്രോ ചെയ്യുന്നു. ഇതാണ് നോവലിൽ വരെ ഞാൻ കണ്ട ഒരു ആണവായുധ ശ്രമം. അതല്ലാതെ പ്രാക്ടിക്കലല്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പലതവണ പറഞ്ഞു, ഞങ്ങളെടുത്തുണ്ട് കേട്ടോ, ഞങ്ങളെടുത്തങ്ങ് പ്രയോഗിക്കും, നീ അങ്ങ് പ്രയോഗിക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് നടക്കുന്നു. നമ്മൾ ഫുൾ തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു. ഇത് എങ്ങനെ പോകും, ആര് എപ്പോൾ എവിടെ വെച്ച് തുടങ്ങും, ഇതൊന്നും കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ഏതായാലും ഇത്തവണത്തെ ടാർഗറ്റ് പാകിസ്ഥാൻ മിലിറ്ററി നേർക്കായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം പാകിസ്ഥാൻ മിലിറ്ററിയുടെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കലാപരിപാടികൾ മുഴുവൻ നടക്കുന്നത്. പാകിസ്ഥാനിൽ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമൊന്നുമില്ല. ഈ അവരുടെ പ്രധാനമന്ത്രി, അയാളുടെ പേര് ഇപ്പം നാക്കിൽ വരുന്നില്ല, അയാൾക്കായിരുന്നില്ല ഭൂരിപക്ഷം ഇമ്രാൻഖാനായിരുന്നു. ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിൽ വിട്ടു. അപ്പോൾ ജനകീയ ഭരണം എന്നതൊന്നും അടുത്ത കാലത്തൊന്നും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. പട്ടാളമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പട്ടാളത്തിൻ്റെ വേറൊരു പേരാണ് ടെററിസ്റ്റ് എന്നുള്ളത്. സംഗതി പട്ടാളം തന്നെ, പക്ഷെ പേര് ടെററിസ്റ്റ് എന്നാണ്. അപ്പോൾ അതിന് വേറൊരു എന്തെങ്കിലും ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായിട്ട് ഒരു പേര് കൊടുത്തിട്ട് ഇവരെ ഇറക്കി വിട്ട് ഈ കാര്യം നടത്തുകയാണ് പാകിസ്ഥാൻ്റെ ജോലി. ഇത് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ ഈ കച്ചവടം ക്രമാനുഗതമായിട്ട് കുറഞ്ഞു. മറ്റേത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നാട് നീളെ ബോംബ് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ നാട് നീളെയൊക്കെ പോയി കാശ്മീരിൽ മാത്രമായിട്ട് ചുരുങ്ങി, കല്ലേറ് നിന്നു. വല്ലപ്പോഴും ഉള്ള വെടിയൊക്കെയുള്ളൂ, അതും അതിർത്തിയിൽ കയറാൻ വന്നു, 2 പേരെ നമ്മൾ കൊന്നു, ഒരു സുരക്ഷാ ഭടനെ അവർ കൊന്നു കളഞ്ഞു, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴുമൊക്കെ കേൾക്കും. അതിനിടയ്ക്കാണ് അശനിപാതം പോലെ ഈ പഹൽഗാം വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ പേരിൽ ആറ്റം ബോംബൊന്നും ആരും ഇടുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കങ്ങനെ ഒരു റീസണബിളായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുമില്ല. അങ്ങും ഞാൻ ഒരുപാട് പരതിയും ചോദിച്ചും അന്വേഷിച്ചും പിടിച്ചും ഒക്കെ നോക്കി. അപ്പോൾ ആരും തന്നെ അത് കൺഫേം ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഉണ്ടാവുക എന്താവും എന്നുള്ളത് റിട്ടയർഡ് പട്ടാളക്കാർക്ക് പോലും അറിയില്ല. കാരണം അത് സെർവിങ് ചീഫ് എല്ലാം കൂടെ ആണ് തീരുമാനിക്കുന്നത്. ആർമി, നേവി, എയർഫോഴ്സ്, പിന്നെ ഈ 3ൻ്റെയും കമാൻഡൻ്റായിട്ടുള്ള CDS, ഇവരാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് എന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, എവിടെ അടിക്കണം എന്നൊക്കെ അവരങ്ങ് തീരുമാനിക്കും. നമ്മൾ ഈ രോഗിയെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ഏൽപ്പിക്കുമല്ലോ, ഡോക്ടറെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇനി എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ
ഇയാളെ പരിശോധന ബെഡിൽ കിടത്തിയിട്ട് ഡോക്ടർ നമ്മളോട് പറയും, നിങ്ങൾ ഇറങ്ങി പുറത്ത് നിൽക്കുക, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും. ഏകദേശം മോദി ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നം പട്ടാളക്കാരെ ഏർപ്പാടാക്കിയിട്ട് മോദി പുറത്തിറങ്ങി നിൽക്കുകയാണ്, സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആകെ റഷ്യയ്ക്ക് പോകാനുള്ള ഒരു പോക്ക് മാത്രമാണ് പുള്ളി ക്യാൻസൽ ചെയ്തത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ക്യാൻസൽ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പോകാനിരുന്നതല്ല കേട്ടോ വാസ്തവത്തിൽ. റഷ്യക്കാർ ക്ഷണിച്ചു, ഇദ്ദേഹം കൺഫേം ചെയ്തില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു, അവരുടെ ഡേറ്റ് എടുത്തു, ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്ന് ഞങ്ങൾ ഊഹിക്കുന്നു. പകരം രാജ്നാഥ് സിംഗ് പോകാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിച്ചാൽ മോദി ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുന്നു. ബീഹാറിൽ പോകുന്നു, കേരളത്തിൽ വരുന്നു, വിഴിഞ്ഞം ഉദ്ഘാടനം നടത്താൻ പോകുന്നു. ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ. കാരണം നമുക്ക് നമ്മുടെ പട്ടാളത്തിലൊരു വിശ്വാസമുണ്ട്. എന്നെയും നിങ്ങളെയും പോലെ മോദിക്കും നമ്മുടെ പട്ടാളത്തിലൊരു വിശ്വാസമുണ്ടല്ലോ. ഇനി അവർ കൈകാര്യം ചെയ്യട്ടെ. ഏതായാലും ഈ പറഞ്ഞ സാഹസത്തിനൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കുക, പാകിസ്ഥാൻ തന്നെ പിടിച്ചെടുക്കുക, ബലൂചിസ്ഥാൻ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും കേട്ടോ. ബലൂചിസ്ഥാൻ പടിഞ്ഞാറേ അറ്റത്താണല്ലോ. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യ അതിന് സപ്പോർട്ട് ചെയ്യുക, അത് എൻ്റെയും മനസ്സിലുള്ളൊരു സ്വപ്നമാണ്. ബലൂചിസ്ഥാൻ്റെ ഒരു എംബസിയൊക്കെ ഡൽഹിയിൽ തുടങ്ങി അതൊരു പ്രത്യേക രാജ്യമൊക്കെ ആക്കി പാകിസ്ഥാനെ ആകെ കൂടെ കുഴപ്പത്തിലാക്കുക എന്നുള്ളത്. ആ ഡിസൈൻ ചിലപ്പോൾ ഒരുപാട് പേരത് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അത് നേരത്തെ ഡോവൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഡോവലിൻ്റെ ആ വാക്ക്, ഇനിയൊരു ബോംബെ ഉണ്ടായാൽ അവിടെ ബലൂചിസ്ഥാൻ ഉണ്ടാവും എന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ അതൊരു സാധ്യതയാണ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം. താങ്ക് യു.